എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പതിവിന് വിപരീതമായി കുറച്ച് സീരിയസ് ആയിട്ടൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച കോഴിക്കോട് വെച്ചിട്ട് 6 മാസം ഗർഭം ധരിച്ചൊരു പെൺകുട്ടി കാറിലിരുന്ന് കത്തി മരണത്തിന് ഇരയായ ഒരു വിഷയം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സോന എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ആ പെൺകുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ കേസ് കുത്തിപ്പൊങ്ങുന്നുണ്ട്. ആ കേസിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ രംഗത്ത് വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ വാർത്ത ഇതിനോടകം കണ്ടു കാണും. നിങ്ങൾക്കിടയിലേക്ക് ഇതൊരു ചർച്ചാ വിഷയമായി മാറിക്കാണും. ഒരുപാടിടത്തിൽ ഇതൊരു ചർച്ചയായിട്ടുണ്ടാവില്ല. ഇതെന്താ സംഭവിച്ചതെന്നും എന്തൊക്കെ ആയിരിക്കാം ഇതിൻ്റെ സംഭവിക്കാനുള്ള സാധ്യതകളെന്നുള്ള എൻ്റെ ഒരു നിഗമനവും എനിക്ക് സംസാരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളും മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആദ്യം നമുക്ക് ഇവരുടെ ലൈഫിൽ എന്താ സംഭവിച്ചതെന്ന് ഒന്ന് നമുക്ക് കണ്ടുനോക്കാം. ഈ സോന എന്ന് പറഞ്ഞ പെൺകുട്ടി റെജിൻ ലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് പ്രണയത്തിലാകുന്നു. അങ്ങനെ ഇവർ പ്രണയത്തിലിരിക്കെ ഈ റെജിൻ ലാൽ എന്ന് പറയുന്ന വ്യക്തി വിദേശത്തേക്ക് പോവുകയും അവിടെ മറ്റൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലേർപ്പെടുകയും ചെയ്യുന്നു. അത് നല്ലൊരു പ്രണയമാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അതിനെ വളരെ കോമണൈസ് ചെയ്ത് ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഈ ചെറുപ്പക്കാരൻ പോകുന്നു. അത് ഈ സോന എന്ന് പറയുന്ന ഈ വ്യക്തി അറിയുകയും ഇവർക്കിടയിൽ ഇത് ഭയങ്കര പ്രശ്നമാവുകയും ചെയ്തു. അങ്ങനെ രണ്ട് കുടുംബങ്ങൾക്കും ഈ ഒരു കല്യാണത്തിന് താല്പര്യമില്ലാതെ ഇവരുടെ നിർബന്ധത്തിന് ആ ഒരു കല്യാണവും നടക്കുകയാണ്. അങ്ങനെ സോനയും റെജിൻ ലാലും വിവാഹിതരാകുന്നു. ഇപ്പോൾ സോന ഗർഭിണിയായിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഇവർ ചെക്കപ്പിന് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇങ്ങനെ ചെക്കപ്പിന് പോയി രാത്രി 9 മണിക്ക് വരുന്ന വഴിക്ക് ഇവർ പതിവിന് വിപരീതമായി മറ്റൊരു വഴിയിലാണോ വന്നതെന്നറിയില്ല. ഇവർ പോകുന്ന വഴിക്ക് വയലുണ്ട്, ആ വയലിൽ വെള്ളമുണ്ട്. അവിടെ വെച്ച് ഈ കാറിന് തീ പിടിക്കുന്നു. തീ പിടിച്ച് റെജിൻ ലാൽ എന്ന് പറയുന്ന വ്യക്തി ആ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുകയും ഈ പറയുന്ന ഒഴുകുന്ന വെള്ളത്തിലേക്ക് വീഴുകയും അങ്ങനെ അയാൾ രക്ഷപ്പെടുകയും നാട്ടുകാരെല്ലാം കൂടെ വന്ന് ഈ പെൺകുട്ടി കാറിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും പക്ഷേ ആ പെൺകുട്ടി മരണപ്പെട്ടു. ഇതാണ് ബേസിക്കായിട്ട് സംഭവിച്ചൊരു സാധനം. ഇതിനകത്തുള്ളൊരു 2 തരത്തിലുള്ള വാദങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ റെജിൻ ലാൽ എന്ന് പറയുന്ന വ്യക്തി 60% ദേഹത്ത് കത്തിൽ തീ ഏറ്റിട്ട് പുള്ളിക്കാരൻ ആശുപത്രിയിലായി, ക്രിട്ടിക്കലാണ്. പുള്ളിക്കാരൻ പറഞ്ഞിട്ടും ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ പുറത്തെ സീറ്റിലുണ്ടെന്നുള്ള കാര്യം പറഞ്ഞില്ല എന്നൊരു ചർച്ച നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇവൻ മനഃപൂർവ്വം ഈ സാധനം പറയാത്തതാണ്, ഇവൻ മനഃപൂർവ്വം ആ പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചാണെന്നും പറയുന്നു. അങ്ങനെ ആൾക്കാർക്ക് സംശയം തോന്നാനുള്ള കാരണം, ഈ പെൺകുട്ടി ബാക്ക് സീറ്റിലാണ് ഇരുന്നത്. ഈ ഒരു വണ്ടി ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവർ യാത്ര ചെയ്ത വണ്ടിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ പൊതുവേ നമ്മളൊരു കാറിന് എപ്പോഴെങ്കിലും തീ പിടിക്കുകയോ പ്രശ്നങ്ങളുണ്ടാവുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ മുമ്പിൽ നിന്നാണ് ബേസിക്കലി തീ വരാനുള്ള സാധ്യത, അതായത് എൻജിൻ സൈഡിൽ നിന്ന്. ഇതാണ് അവർ യാത്ര ചെയ്ത വാഹനം. ഈ വാഹനത്തിൻ്റെ മുമ്പിലെങ്ങും തീയില്ല, പുറകിലത്തെ സീറ്റിൽ നിന്നാണ് ഈ തീ കത്തിപ്പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഫോറൻസിക് ഒന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേനും ഈ വാഹനത്തിനകത്ത് പെട്രോൾ പോലത്തെ ഇന്ധനം ഉണ്ടായിരുന്നു. അത് കത്തിയിട്ട് ഈ ബാക്ക് സീറ്റിൽ നിന്നാണ് ഈ തീ വന്നത്. ഇതാണ് ബേസിക്കായിട്ടുള്ള സംഭവം. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ തന്നെ തീ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്യൂവൽ ബാക്കി വെച്ചിട്ട് ഈ പെൺകുട്ടിയെ കൊന്ന് മറ്റേ കാമുകിയോടെ പോകാനാണെന്ന് ഒരു വാദം ആൾക്കാർ അവകാശപ്പെടുന്നു. അതേപോലെ തന്നെ മറ്റു കുറച്ച് ആളുകൾ അങ്ങനെയൊന്നും അല്ല, ഇത് അവൻ സത്യസന്ധമായിട്ട് ഇറങ്ങി ഓടിയതാണ്. ഈ റെജിൻ ലാൽ പറയുന്നത് വണ്ടിക്കകത്ത് അങ്ങനെ ഒരു ഇന്ധനം ഉണ്ടെന്നുള്ള കാര്യം അവൻ അറിഞ്ഞില്ല എന്നുള്ള കാര്യമാണ്. ഇനി നമുക്ക് അതിൻ്റെ വാർത്തയൊന്ന് കേൾക്കാം. സൂക്ഷിച്ചിരുന്നത് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. ഈ കാറിന്റെ ഉള്ളിൽ ഈ പെട്രോളിന്റെ അംശം പോലീസിനെ ശേഖരിച്ചിട്ടുണ്ട്. അതായത് അതിനൊരു വ്യക്തത വന്നിട്ടുണ്ട്. കാറിന്റെ ഉള്ളിൽ ഈ പെട്രോൾ കണ്ടെത്തി എന്നുള്ളത്. ചില CCTV ദൃശ്യങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ചെറുവണ്ണൂരുള്ള ഒരു പെട്രോൾ പമ്പിൽ CCTV ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഈ കാറിനകത്ത് പെട്രോളിൻ്റെ സാന്നിധ്യം ഫോറൻസിക് തിരിച്ചറിഞ്ഞു. ഇനി ഇതിനകത്ത് കുറച്ചുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ആളൊഴിഞ്ഞ വഴിയിലൂടെ എന്തിനിവർ കാറുമായി വന്നു, അല്ലെങ്കിൽ ഈ വേറെ എന്തെങ്കിലും വഴി ഉണ്ടായിട്ട് സ്പെഷ്യലായിട്ട് ചൂസ് ചെയ്താണോ, അത് ഈ ആളൊഴിഞ്ഞ വഴിയിലൂടെ വന്നപ്പോൾ തന്നെ ഈ വണ്ടിക്ക് തീ പിടിക്കുകയും ഇതിനകത്തുള്ള റെജിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് മാത്രം രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്തു. ഇനി അവിടെ നിന്ന് കണ്ട ആളുകൾ പറയുന്നത് ഇവന് തീ പിടിച്ച് ഇവൻ ഇറങ്ങി ഓടി, ഇവൻ വെള്ളത്തിൽ വീണു. അതിനുശേഷമാണ് ഈ കാറിലുള്ള പെൺകുട്ടിയെ കണ്ടത്. അവരെ രക്ഷിച്ചു. ഇവൻ്റെ അദ്ദേഹത്ത് വലിയ മുറിവുകളൊന്നുമില്ല, ജസ്റ്റ് കത്തി അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, വസ്ത്രം ശരീരത്തിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷേ വാർത്തകളിലെല്ലാം വരുന്നത് 60% ഇവൻ്റെ ശരീരത്തിൽ പൊള്ളലേറ്റു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവൻ മാത്രം ഇതിൽ നിന്ന് രക്ഷപ്പെടുകയും ആ പെൺകുട്ടി മരണപ്പെടുകയും ചെയ്തു. ബാക്ക് സീറ്റിലാണ് ഈ കാറിൽ ആ പെൺകുട്ടി ഇരുന്നത്. ഒരു പ്രഗ്നൻ്റ് വൈഫ് സ്വിഫ്റ്റ് പോലത്തെ ഒരു കാറിൽ മുൻ സീറ്റിലാണ് ഏറ്റവും സേഫായിട്ടിരിക്കാൻ പറ്റുക. അതിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഫ്രണ്ടിലത്തെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ബാക്കിലോട്ട് ഇടാൻ പറ്റും, ഇത് താക്കാനും തിരിക്കാനും എല്ലാം പറ്റും. ബാക്ക് സീറ്റ് അഡ്ജസ്റ്റബിൾ അല്ല, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ സ്വിഫ്റ്റ് കാറിൻ്റെ കാര്യം. സോ അപ്പോൾ ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ഇരിക്കാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ഫ്രണ്ട് സീറ്റിലായിരുന്നു, എന്നിട്ടും ബാക്ക് സീറ്റ് ഇരുന്നു. ബാക്ക് സീറ്റിൽ നിന്ന് തന്നെ ഈ ഒരു തീയെല്ലാം ആളിപ്പടർന്നിട്ടാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത്. ഓക്കെ, ബാക്കിയേക്കാം. ഒരു യുവതി ഈ ക്യാനിൽ പെട്രോളുമായി പോകുന്ന ഒരു CCTV ദൃശ്യം, അത് ബന്ധുക്കളോട് ചോദിച്ച് അത് സോനയാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്.
ഓക്കെ, ഈ പെൺകുട്ടി പെട്രോൾ പമ്പിൽ പോയിട്ട് അവിടുന്ന് ക്യാനിൽ ഈ പെട്രോൾ മേടിച്ചുകൊണ്ട് വരുന്ന ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞത് ഇത് ലവൻ കൊന്നതാണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരുന്നത്. കാരണം ഇവന് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അവൻ ആ പെണ്ണിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയെ വകവരുത്തതാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പെൺകുട്ടി പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ മേടിക്കുന്നതും തിരിച്ചു വരുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ പുറത്തു വന്നത്. അത് പുറത്തു വന്നപ്പോഴത്തേനും ഇവർ പറയുന്ന ഈ പെൺകുട്ടിയുടെ റിലേറ്റീവ്സ് പറയുന്നത്, അല്ലെങ്കിൽ അപ്പനും അമ്മയൊക്കെ പറയുന്നത്, അത് അവളോട് മേടിക്കാൻ പറഞ്ഞിട്ട് പോയി മേടിച്ചാകാം, അവൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല, അവൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലല്ല എന്ന് പറയുന്നു. ഇനി ഈ ചെറുപ്പക്കാരൻ്റെ മൊഴി എടുത്തപ്പോഴത്തേനും, റെജിൻലാലിൻ്റെ മൊഴി എടുത്തപ്പോഴത്തേനും ഭർത്താവായിട്ടുള്ള അവൻ പറയുന്നു വണ്ടിക്കകത്ത് അങ്ങനെ ഒരു പെട്രോൾ ഉള്ള വിവരം അവൻ അറിയില്ലായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ തീ പിടിച്ചത് എങ്ങനെയാണെന്നും അവനറിയില്ല, സോന തന്നെ തീയിട്ടതായിരിക്കാം എന്ന രീതിയിലാണ് അവൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ പോകുന്നത്. ഇനി ഈ സോന പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ വാങ്ങി വരുന്ന ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് കാണാം. വിശദാംശങ്ങളൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഈ പെൺകുട്ടിയാണ് ഫ്യൂവൽ മേടിച്ചുകൊണ്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ പെൺകുട്ടി ഫ്യൂവൽ മേടിച്ചുകൊണ്ട് വരുന്നു, വണ്ടിക്കകത്തിരിക്കുന്നു, തീ കത്തുന്നു. ഇതെങ്ങനെയാണ് തീ കത്തിയെന്നുള്ളത് ഇപ്പോഴും മിസ്റ്ററിയാണ്. ഇനി നമ്മൾ ആദ്യം കാണിച്ചില്ല കാറിൻ്റെ വിഷ്വൽ കണ്ടില്ലേ, ആ കാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂസ് വന്നതും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിക്കാം. ആ കാർ നിങ്ങൾ ശ്രദ്ധിച്ചോളുക, അതിൻ്റെ ഫ്രണ്ടിലത്തെ ഡോറൊക്കെ അത്യാവശ്യം കത്തിപ്പൊളിഞ്ഞിളകി വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കാറിനകത്ത് തീ സ്പാർക്ക് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഷോർട്ട് സർക്യൂട്ട് ആകുക, അതിനകത്ത് ഇലക്ട്രിക് ഭാഗങ്ങളിൽ ഷോർട്ട് സർക്യൂട്ട് ആകുക എന്നൊരു സാധനമുണ്ട്. രണ്ടാമത്തെ ഇങ്ങനത്തെ ഒരു സ്പാർക്ക് ഉണ്ടാകാനുള്ള കാരണം ഇന്ധനം ലീക്കായി എഞ്ചിനകത്ത് എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ കത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും മുന്നിലത്തെ ഭാഗത്താണ് ഒരു തീ സ്പാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ളത്. ഈ പുറകിൽ എങ്ങനെ തീ വന്നു എന്നറിയത്തില്ല. ഈ പെൺകുട്ടിയെ കത്തിച്ചെങ്കിൽ അങ്ങനെ കത്തിച്ചതിനുള്ള തീപ്പെട്ടിക്കൊള്ളിയോ ലൈറ്ററോ അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് വാർത്തകളിലൊക്കെ എനിക്ക് കാണാൻ സാധിച്ചത്. നമുക്ക് ഏതായാലും നിങ്ങൾ ആ കാർ ഒന്ന് ശ്രദ്ധിച്ചോളുക. ആ കാർ കാണിച്ചിട്ട് വാർത്തയും കൂടെ ഒന്ന് കാണാം. നിർണായക തെളിവുകൾ പുറത്തു വന്നത് സംഭവ ദിവസം സോന നടുവണ്ണൂരിലെ പമ്പിലെത്തി പെട്രോൾ വാങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. കാറിനുള്ളിൽ പെട്രോളിന്റെ സാന്നിധ്യമുള്ളതായി ഫോറൻസിക്കും റിപ്പോർട്ട് നൽകി. പരിശോധനയിൽ പെട്രോൾ നിറച്ച ക്യാനിന്റേതെന്ന് സംശയിക്കുന്ന മോഡിയും ലഭിച്ചു. എന്നാൽ സോന ആത്മഹത്യ ചെയ്യില്ല എന്നും റെജിൻലാലിന്റെ നിർദ്ദേശപ്രകാരം പെട്രോൾ വാങ്ങിയതായിരിക്കാമെന്നും സോനയുടെ കുടുംബം മീഡിയ വണ്ണിനോട് പറഞ്ഞു. പെട്രോൾ വാങ്ങിപ്പിക്കാൻ എന്ന സാധ്യത നമ്മൾ തിരിച്ചും പറയാലോ. സംഗതിയോട് വാങ്ങുന്നുണ്ട് നമ്മള്. ഓക്കെ, ഇത് ആ വീട്ടുകാര് അവള് ആത്മഹത്യ ചെയ്യില്ല, സോന ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. എനിക്കും തോന്നുന്നു അങ്ങനെ ഒരു സാധ്യത തോന്നാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാരണം, ആ പെൺകുട്ടി ഗർഭിണിയാണ്, 6 മാസമായിട്ട് ഒരു കുഞ്ഞിനെ വയറ്റിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഒരു അമ്മയുടെ മനസ്സായിട്ടായിരിക്കും ഇപ്പോൾ അതിൻ്റെ മൈൻഡ് പ്രവർത്തിക്കുന്നത്. അതിന് ഈ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുക, കുഞ്ഞിനെ കാണുക, അല്ലെങ്കിൽ കുഞ്ഞിനോടുള്ള വാത്സല്യം എന്നൊരു സാധനമൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഈ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് ഞാൻ മരിക്കുക എന്നൊരു സാധനത്തിലേക്ക് ചിന്തിക്കുമോ എന്നുള്ളത് എനിക്കൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. ഇനി ഈ റെജിൻലാലിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോഴത്തേനും അവൻ ഓൾറെഡി മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരാളാണ് പാർട്ട്ണറിനെ ചതിച്ചിട്ട് മറ്റൊരാളുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആളെങ്ങ് തട്ടിക്കളയുക എന്നുള്ള സെറ്റപ്പ്. അത് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് മാറി. അപ്പോൾ ഈ റെജിൻലാലിൻ്റെ നേരെയാണ് ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി കൂടെ കേട്ടിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം, എൻ്റെ കുറച്ച് നിഗമനങ്ങൾ കൂടെ പറയാം. കാറിനുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യമാണ് ബാക്കി. പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന റെജിൻലാലിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടെ ഉൾപ്പെടുത്തിയായിരിക്കും പോലീസിന്റെ അന്തിമ റിപ്പോർട്ട്. ഓക്കെ, അതും കൂടെ കണക്കിലെടുത്തിട്ടായിരിക്കും പോലീസിൻ്റെ അന്തിമ റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേനും ഇതിനകത്ത് 1-2 സാധ്യതകളുണ്ട്. ഒന്നാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി തന്നെ സ്വമേധയാ തീയിട്ട് ബ്ലാസ്റ്റ് ചെയ്ത് വാഹനത്തിൽ നിന്ന് പുള്ളിക്കാരി ജീവിതം ഒതുക്കുന്നു. അതാണ് ഒന്നാമത്തെ സാധ്യത. അങ്ങനെ ഒരു കാര്യം വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഈവൻ ഇപ്പോഴും ആ മറ്റേ ദുബായിലുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പെൺകുട്ടിയായിട്ട് ഒരു അവിഹിത ബന്ധം നിലവിൽ കറൻ്റ്ലി മുന്നോട്ട് കൊണ്ടുപോവുകയും അത് ഈ പെൺകുട്ടി അറിഞ്ഞ് മനം നൊന്ത് ചെയ്തതാവാം ഒരു പോസിബിലിറ്റി. രണ്ടാമത്തെ പോസിബിലിറ്റി, ഈ റെജിൻലാൽ എന്ന് പറയുന്ന വ്യക്തി അവന് മറ്റൊരു പെൺകുട്ടിയായിട്ട് സെറ്റപ്പ് ഉണ്ട്. സോ അവൻ
ഈ തൻ്റെ ഭാര്യയെ കഥം ചെയ്തു കഴിഞ്ഞാൽ പെണ്ണിൻ്റെ കൂടെ മറ്റേ പെണ്ണിൻ്റെ കൂടെ പോവാം, അവളോടുള്ള സ്നേഹം മൂത്തിട്ട് കൊന്നതാവാം. ഇതാണ് രണ്ടാമത്തെ പോസിബിലിറ്റി. മൂന്നാമത്തെ പോസിബിലിറ്റി ഇവർ പറയുന്ന പോലെ തന്നെ വണ്ടിക്കകത്ത് എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടായി. ഈ ഏത് നോക്കിയാലും ഇതിനകത്തൊരു പെട്രോൾ ക്യാനിൻ്റെ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ഈ പെൺകുട്ടി തന്നെ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ ക്യാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു പെട്രോൾ ക്യാൻ സൂക്ഷിച്ച് വെച്ചത് എന്നുള്ളതൊരു ചോദ്യമാണ്. ആ ക്യാനിൽ നിന്നാണ് തീ പടർന്നത്. സോ ഞാൻ ബേസിക്കായിട്ട് ഈ ടോപ്പിക്ക് എടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് പേര് ഈ പറയുന്ന അവിഹിത ബന്ധം, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, ഇതിനെ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള സാധനം, എല്ലാവർക്കും ഉണ്ടല്ലോ, അവനുണ്ട് ഇവനുണ്ട് പിന്നെ നമുക്കുണ്ടായി, അങ്ങനെ എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുമ്പോഴത്തേനും അത് രണ്ടുപേരുടെ ജീവിതത്തെ തകർക്കുന്ന ഒരു സെറ്റപ്പിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിനെ ചൊല്ലിയിട്ടുള്ള എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ട്. ഈ പെൺകുട്ടി എന്തിന് പമ്പിൽ പോയി പെട്രോൾ ക്യാൻ മേടിച്ച് വെച്ചു എന്നുള്ളതൊരു ചോദ്യമാണ്. അത് ഭർത്താവിന് അറിവില്ല എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം ഗർഭിണിയായിട്ടുള്ള സ്ത്രീ വണ്ടിയുടെ ബാക്ക് സീറ്റിൽ കയറുമ്പോഴത്തേനും അതെന്താണെന്ന് തിരക്കും, അല്ലെങ്കിൽ ആ സീറ്റിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും തിരക്കാത്തൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏതായാലും വളരെ ഫ്രഷ് ആയിട്ടൊരു സാധനമാണ് നമുക്കിന്നെ തോന്നുന്നത്. അപ്പോൾ കുടുംബത്തിൻ്റെ ഒക്കെ ചോദ്യചിഹ്നം ഓൾറെഡി ഈ പയ്യൻ്റെ മേളിലാണ്. പെൺകുട്ടിയുടെ ആൾക്കാർ പറയുന്നത് പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ചാൻസ് ഇല്ലെന്നാണ്. ഈ ചെറുക്കൻ പറയുന്നത് അവൾ പെട്രോൾ ക്യാനുമായിട്ട് കയറിയത് എനിക്കറിയത്തില്ല, അവൾ ചുമ്മാരുന്നങ്ങ് തീയിട്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ തീയിടുമ്പോഴത്തേനും അതിനൊരു റീസൺ വേണ്ടേ? ഒന്നെങ്കിൽ നിൻ്റെ അവിഹിതം പൊക്കി, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നിന്നെക്കൊണ്ട് അത്രയ്ക്കും ഹറാസ്മെൻറ്റും കാര്യം എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ? ചുമ്മാ ഒരു റീസണും ഇല്ലാതെ ഒരാൾ വണ്ടിക്കകത്ത് നിങ്ങൾ കത്തുവോ? എന്തായാലും കൊള്ളാം, പോലീസുകാർ തെളിയിക്കട്ടെ. ഏതായാലും ഒരു ജീവൻ അല്ല 2 ജീവൻ നമ്മുടെ ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും നിഗമനങ്ങളും പറ്റുമെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റുകളെ രേഖപ്പെടുത്താൻ പറ്റും.